Welcome back to CS Bits, the complete IT solution education channel. +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിംബൽസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ആ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഡാറ്റകളെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിന്, അതായത് കാൽക്കുലേഷന്, അതായത് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലിക്കേഷൻ നടത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ സിംബലുകൾ ഉണ്ടാവും. ആ സിംബലുകളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ആ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഡാറ്റകളെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലസ് ആണ് ഓപ്പറേറ്റർ, എയും ബിയും ആണ് ഓപ്പറാൻഡ്സ്. ഇനി ഓപ്പറേറ്റേഴ്സിനെ കുറേ ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സും രണ്ട് ബേസ്ഡ് ഓൺ ദ നേച്ചറും. അതായത് ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് ആണ്. അതായത് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എത്ര ഓപ്പറാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട്, അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ഇനി അതിൽ ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് ആണ്. അതായത് ഒരു ഓപ്പറേഷന് എത്ര ഓപ്പറാൻഡുകൾ ആവശ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സിനെ പ്രധാനമായിട്ടും മൂന്ന് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂണറി ഓപ്പറേറ്റേഴ്സ്, ബൈനറി ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷന് ഒരു ഓപ്പറാൻഡ് മാത്രം ഉള്ളൂ എങ്കിൽ അത്തരം ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പറാൻഡിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത്. ഈ യൂണറി ഓപ്പറേറ്ററുകൾ ഒരു ഓപ്പറാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും അവിടെ രണ്ട് ഓപ്പറാൻഡുകളുണ്ട്. അപ്പോൾ ഒരു ഓപ്പറാൻഡിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയും. ആ യൂണറി ഓപ്പറേറ്റർ നമ്മൾ ഒരു നമ്പറിൻ്റെ സൈന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് പ്ലസ് മൈനസ്, അതാണ് അതിൻ്റെ സൈന്, പോസിറ്റീവാണോ നെഗറ്റീവാണോ. അതായത് A+ എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കാറ് +A, -A, -7, -9, +5 അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറാൻഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിനെയാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുക. ആ യൂണറി ഓപ്പറേറ്റർ രണ്ട് ഓപ്പറേറ്ററുകളേ ഉള്ളൂ. യൂണറി ഓപ്പറേറ്റർ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, അതായത് പ്ലസും മൈനസും അതിൻ്റെ നമ്പറിൻ്റെ സൈന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ബൈനറി എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രണ്ടാണ്. അതായത് രണ്ട് ഓപ്പറാൻഡിൻ്റെ കൂടെ ഈ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മിനിമം രണ്ട് ഓപ്പറാൻഡുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ബൈനറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് നമുക്ക് ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഓപ്പറാൻഡെങ്കിലും മിനിമം ഒരു ഓപ്പറേഷന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അതായത് മിനിമം മൂന്ന് ഓപ്പറാൻഡ്സിൻ്റെ കൂടെ മാത്രമേ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും, അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി നോക്കാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചത് എത്ര ഓപ്പറാൻഡുകൾ ഒരു ഓപ്പറേഷന് വേണ്ടി ആവശ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു: യൂണറി, ബൈനറി, ടെർണറി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളുടെ നേച്ചർ അനുസരിച്ചിട്ട്, ക്യാരക്ടർ അനുസരിച്ചിട്ട് നമ്മൾ ഓപ്പറേറ്ററുകളെ നമ്മൾ 9 ഓപ്പറേറ്ററുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം.
ഒന്നാമത്തെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററുകളെയാണ് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മോഡുലസ്. ഇങ്ങനെ 5 എണ്ണമാണ് നമ്മളുടെ ബേസിക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബേസിക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പ്രോസസ് ടേബിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3 അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എക്സ് മൈനസ് വൈ എങ്ങനെ ആൻസർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എക്സ് ഇൻറ്റു വൈ ആണത്, സ്റ്റാറാണ് നമ്മൾ ഇൻറ്റുവിന് പകരം യൂസ് ചെയ്യുക. ഞാൻ എക്സ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ന് 3 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞ് ശിഷ്ടം 3 കിട്ടുക. ഇത് രണ്ടും ഇൻറ്റീജറാണ്, ശരിക്കും 3 പോയിൻറ്റ് സംതിങ് ആണ് വരിക. പക്ഷേ ഈ 10 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്നതും ഇൻറ്റീജറാണ്, അതായത് പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതും അവിടെ 3 ആയിരിക്കും. പിന്നെ നമ്മൾ പുതിയൊരു ഓപ്പറേറ്ററാണ് ഇവിടെ പഠിക്കുന്നത്. അതായത് നമ്മളവിടെ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും. നമ്മളവിടെ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. അതായത് ശിഷ്ടം കാണാൻ വേണ്ടിയിട്ട്, റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എക്സിന് വൈ കൊണ്ട് ഹരിക്കും, എന്നിട്ട് കിട്ടുന്ന ശിഷ്ടം. അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതായത് ട്രൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 എന്നും ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 ആണ്. ഓക്കെ, ഇനി ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു, ഇത്രയാണ് നമ്മളുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഇനി എവിടെയൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത് ഈക്വലിറ്റി ഓപ്പറേറ്ററാണ്. അതായത് 2 ഈക്വൽ ടു ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളതാണ്. അതായത് നോർമൽ ഈക്വൽ ടു തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുക. എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈക്വൽ ടു 2 ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അത് ഈക്വലിറ്റി ഓപ്പറേറ്റർ ആണ്. അതായത് എയും 5ഉം, അതായത് രണ്ട് സൈഡിലുള്ള വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോട്ട് ഈക്വൽ ടു നമുക്കറിയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് എന്ന് പറയുന്നത് 10ഉം വൈ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ നോക്കാം. എക്സ് ലെസ് ദാൻ വൈ, എക്സ് എന്ന് പറയുന്നത് വൈയേക്കായും ചെറുതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ 0 എന്നുള്ള ആൻസർ കിട്ടി. കാരണം എക്സ് എന്ന് പറയുന്നത് വലുതാണല്ലോ, അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് വൈയേക്കായും ചെറുതോ അല്ലെങ്കിൽ വൈയേക്കായി ഈക്വലോ ആണോ, വൈക്ക് ഈക്വലോ ആണോ നോക്കണം. അതും അവിടെ 0 ആണ്. കാരണം ശരിയാണെങ്കിലാണ് 1 എന്നുള്ള ആൻസർ, തെറ്റാണെങ്കിൽ 0 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. ഇനി നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, അതായത് ഒന്നാമത്തെ നമ്പർ എക്സ് എന്ന് പറയുന്നത് വൈയേക്കായും വലുതാണെന്നാണ് പറയുന്നത്. എക്സിൻ്റെ വാല്യൂ 10 അല്ലേ, വൈയുടെ വാല്യൂ 3 അല്ലേ, അപ്പോൾ അത് ശരിയല്ലേ 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. എക്സും വൈയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് 10ഉം വൈ എന്ന് പറയുന്നത് 3 ആണ്, അപ്പോൾ ഈക്വൽ അല്ല, അതുകൊണ്ട് 0 കിട്ടി. എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് വൈക്ക് തുല്യമല്ല എന്നാണ് പറയുന്നത്. തുല്യമല്ല, അതായത് എക്സ് 10ഉം വൈ 3ഉം അല്ലേ, അപ്പോൾ രണ്ടും ഈക്വൽ അല്ലല്ലോ, അപ്പോൾ അവിടെ 1 എന്നുള്ള ആൻസർ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇതും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, 0 അല്ലെങ്കിൽ 1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ട്രൂ ആണെങ്കിൽ 1ഉം ഫോൾസ് ആണെങ്കിൽ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്, ഈ 3 എണ്ണമാണ്. ആൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ആൻഡ് സിമ്പലും ആംബസെൻറ്റ് സിമ്പലും, ഓറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെർട്ടിക്കൽ ബാറുകളും, നോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുമാണ് യൂസ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഞാനിവിടെ ട്രൂത്ത് ടേബിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 0കളും 1ഉം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടാബുലാർ ഫോർമാറ്റിൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും എന്നാണ് അർത്ഥം. അതായത് എയും ഉണ്ടാവണം ബിയും ഉണ്ടാവണം.
അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ എ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്, മീൻസ് ഒരു എക്സ്പ്രഷനാണ്. ബി എന്ന് പറയുന്നതും ഒരു എക്സ്പ്രഷനാണെന്ന് വിചാരിക്കുക, ഒരു ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ വൈ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ്. അങ്ങനെ 3 കോളംസ് ആണ്. എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ അവിടെ രണ്ടും ഇല്ല, എയും ഇല്ല ബിയും ഇല്ല. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറും അവിടെ 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കാം, എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. കാരണം രണ്ടും ഉണ്ടെങ്കിലാണ്, ഇത് ആൻഡ് ആണല്ലോ, രണ്ടും ഉണ്ടെങ്കിലാണ്, എയും ബിയും ഉണ്ടെങ്കിലാണ് നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. മൂന്നാമത്തെ നമുക്ക് നോക്കാം, എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ആൻഡിൻ്റെ എ എന്ന് പറയുന്നത് അവിടെ 1 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. ഇനി ഓറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം, അല്ലെങ്കിൽ ഓറിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് അർത്ഥം. എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയോ അല്ലെങ്കിൽ ബിയോ എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒന്ന് മതി, ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഇവിടെ നോക്കുക, ആ ട്രൂത്ത് ടേബിൾ നോക്കുക. എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും അവിടെ 0 ആയിരിക്കും. ഇനി എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ 1 ആയിരിക്കും. കാരണം എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ 1 ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ 1 ആയിരിക്കും. എയും ബിയും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് 0 എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. ഇനി നോട്ടിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഉണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്നതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ 0 എന്നുള്ള ആൻസറും, തെറ്റാണെങ്കിൽ 1 എന്നുള്ള ആൻസറുമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ 1 ആയിരിക്കും. ഇനി എ എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ചേർന്ന് വന്നാൽ അതിന് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നും, രണ്ട് ലെസ് ദാൻ സിമ്പൽ ചേർന്ന് വന്നാൽ അതിന് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഇൻപുട്ട് ഓപ്പറേറ്ററിനെ പറയുന്ന വേറൊരു പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന്, അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നും പറയും. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസർഷൻ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ നോക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയുന്ന ആ സിമ്പലിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. അതായത് റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുക. ആ ഈക്വൽ ടുവിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണ്. അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടി ചേർന്ന് വന്നാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന്. ഓക്കെ, ഇതൊരു ഷോർട്ട് ഫോമും കൂടിയാണ്. അതായത് നമ്മൾ ഡീപ്പായിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ആദ്യം അരിത്മെറ്റിക് ഓപ്പറേറ്ററും അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്ലസ്, മൈനസ്, ഗുണിക്കണം, ഹരിക്കണം, മോഡുലസ്, അല്ലേ? ഇനി അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സ് പ്ലസ് ഈക്വൽ ടു 10, അതായത് എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു ഷോർട്ട് ഫോം ആണ്, ഷോർട്ട് ആൻഡ് മെത്തേഡാണ്. അത് ഏതിന് ഈക്വൽ ആണ്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് എഴുതുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 10 എന്നുള്ളതിന് പകരം നമ്മൾ എന്താ എഴുതാം? ഷോർട്ട് ഹാൻഡ് ആയിട്ട് എന്താ എഴുതാം? എക്സ് മൈനസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10ന് പകരം നമ്മൾ എക്സ് ഇൻറ്റു ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം. അപ്പോൾ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേറ്ററിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ അരിത്മെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഏഴാമത്തെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. രണ്ട് പ്ലസ് പ്ലസ് സിമ്പൽ ചേർന്ന് വന്നാൽ അതിന് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്നും, രണ്ട് മൈനസ് മൈനസ് സിമ്പൽ ചേർന്ന് വന്നാൽ അതിന് നമ്മൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും എന്നുമാണ് പറയുന്നത്. അതായത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറാൻഡിൻ്റെ കൂടെ നമ്മൾ
ഒന്ന് വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള പ്ലസ് പ്ലസ് യൂസ് ചെയ്യുക. അതിന്ന് ഒന്ന് വെച്ച് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള മൈനസ് മൈനസ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. എ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ എ മൈനസ് മൈനസ്. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ഈക്വൽ ടു എ പ്ലസ് വൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എ പ്ലസ് പ്ലസ്. അതുപോലെ തന്നെ എ ഈക്വൽ ടു എ മൈനസ് വൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് എ മൈനസ് മൈനസ്. അപ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറൻഡ് അല്ലെങ്കിൽ ഒരു വാല്യൂവിൻ്റെ കൂടെ ഒന്ന് വെച്ച് ആഡ് ചെയ്യാനും, അതല്ല ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു വാല്യൂവിൻ്റെ കൂടെ ഒന്ന് വെച്ച് മൈനസ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർണറി ഓപ്പറേറ്റർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിന് 3 ഓപ്പറാൻഡുകൾ ആവശ്യമാണ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക്, സിൻടാക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സിൻടാക്സ് എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, വാല്യൂ ഇഫ് ട്രൂ, കോളൻ, വാല്യൂ ഇഫ് ഫോൾസ്. അപ്പോൾ 3 ഭാഗങ്ങളുണ്ട്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗങ്ങൾ മീൻസ് ഓപ്പറാൻഡുകളുണ്ട്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളതുണ്ട്. വാല്യൂ ഓഫ് ഫോൾസ് എന്നുള്ളതുണ്ട്. അതായത് നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ വാല്യൂ ഇഫ് ട്രൂ പാർട്ട് വർക്ക് ചെയ്യും. തെറ്റാണെങ്കിൽ വാല്യൂ ഇഫ് ഫോൾസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക. ഇവിടെ എക്സാമ്പിൾ നോക്കാം. എക്സ് എന്ന് പറയുന്നത് 10 ആണ്, വൈ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. നമ്മളോട് ആ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് എന്ന് പറയുന്നത് വൈയേക്കായും വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ ട്രൂ പാർട്ട് വർക്ക് ചെയ്യും. അതായത് ട്രൂ പാർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ് പ്രിൻറ്റ് ചെയ്യാനാണ്. സി ഔട്ട് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയല്ല ഫോൾസ് പാർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സി ഔട്ടിൽ വൈ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക തെറ്റാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 10 ആണ് പ്രിൻ്റ് ആവുക. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് വൈയേക്കായും വലുതാണല്ലോ. ആണെങ്കിൽ എക്സ് പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈ പ്രിൻറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സൈസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ഒരു വേരിയബിൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ എത്ര ബൈറ്റാണ് യൂസ് ചെയ്യണത് അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ്. ഇതിന് സിമ്പിൾ അല്ല. നമ്മൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. നമ്മൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വേരിയബിൾ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ എത്ര ബൈറ്റാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. സൈസ് ഓഫ് ഇൻറ്റ് എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 4 ബൈറ്റ് എന്നാണ്. കാരണം ഇൻറ്റ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ 4 ബൈറ്റാണല്ലോ യൂസ് ചെയ്യാം. ഇനി ഞാൻ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, സിംഗിൾ കോഡ്സിൽ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ബൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. കാരണം ഒരു ക്യാരക്ടർ വാല്യൂ 1 ബൈറ്റ് ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒന്നിലധികം ഇൻപുട്ട് ഓപ്പറേറ്ററോ ഒന്നിലധികം ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കാസ്കേഡിംഗ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. എക്സാമ്പിൾ നോക്കാം. സി ഇൻ 2 ഇൻപുട്ട് ഓപ്പറേറ്റർ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എയിലേക്കും ബിയിലേക്കും ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരൊറ്റ ലൈനിൽ നമ്മൾ ഒന്നിലധികം ഇൻപുട്ട് ഓപ്പറേറ്ററോ ഒന്നിലധികം ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കാസ്കേഡിംഗ് എന്ന്. ഇനി നമുക്കിതിൽ പറയാനുള്ളത്, ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് ഓപ്പറേറ്റേഴ്സിൻ്റെ മുൻഗണനകൾ. അതായത് ആദ്യം ഏത് ഓപ്പറേറ്റർ വർക്ക് ചെയ്യും, അതായത് ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ ആദ്യം ഏത് ഓപ്പറേറ്ററാണ് വർക്ക് ചെയ്യുന്നത്, ലാസ്റ്റ് പ്രസിഡൻസ് ഏതിനാണെന്നൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്ററുകളും ഓപ്പറാൻഡുകളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുക. സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രഷനാണ്. അവിടെ ഓപ്പറാൻഡുകളുണ്ട്. സി, എ, ബി എന്നൊക്കെ പറയുന്നത് ഓപ്പറാൻഡുകളാണ്. ഈക്വൽ ടു പ്ലസ് എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓപ്പറാൻഡ്സിൻ്റെയും കൂടി കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പ്രഷൻസ് എന്ന്. ഇനി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള എക്സ്പ്രഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻസ്, ലോജിക്കൽ എക്സ്പ്രഷൻസ്. അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡുകളും കൂടി ചേർന്നാൽ അതിന് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയും. റിലേഷണൽ ഓപ്പറേറ്ററുകളും ഓപ്പറാൻഡുകളും കൂടി ചേർന്നാൽ അതിന് റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്നാണ് പറയുക.
ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അതിനെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ പറയും. അതായത് ഓരോ ലൈൻ ഓഫ് പ്രോഗ്രാംസിനെയും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിക്കുന്നത് സെമി കോളനിൽ ആയിരിക്കും. ഇനി നമുക്ക് 4 ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഓക്കെ, അതായത് ഒരു വേരിയബിളിൻ്റെ ഏത് ടൈപ്പാണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ, അതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇൻറ്റ് എ കോമ ബി, ആ ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. എ ബി എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. അപ്പോൾ എയും ബിയും വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസ് ഏത് ടൈപ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും എന്നറിയോ? അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, അതിൻ്റെ വേരിയബിളും ഉണ്ടായിരിക്കും. ഇനി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 5, എ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ആ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉള്ള അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ള 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണല്ലോ നമ്മുടെ ഇൻപുട്ട് ഓപ്പറേറ്റർ. ആ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അങ്ങനെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സീൻ എന്ന് പറയുന്ന ഒരു കീവേഡും കൂടി ഉണ്ടായിരിക്കും. അതിൻ്റെ സിൻടാക്സ് നോക്കാം. സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ വേരിയബിൾ. എക്സാമ്പിൾ സി ഇൻ എ, അതായത് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമുക്കൊരു വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ഔട്ട് എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻസർഷൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള 2 ലെസ് ദാൻ സിമ്പിൾസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സി ഔട്ട് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ സി ഔട്ട് എ അല്ലെങ്കിൽ സി ഔട്ട് ഹായ്, അതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.